ഹായ് ഗൈസ്. സോ ലാസ്റ്റ് വീഡിയോയോട് കൂടി നമ്മുടെ അറേ മൊഡ്യൂൾസ് ഒക്കെ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്യധികം ഇൻഫർമേഷൻ നമുക്ക് കിട്ടിയിരുന്നു അല്ലേ, ലൈക്ക് മെത്തേഡ്സ്, ബിഹേവിയേഴ്സ്, കോപ്പിങ് എങ്ങനെ, ട്രാൻസ്ഫോമിങ് എങ്ങനെയാണെന്നുള്ളതൊക്കെ ഡെഫിനറ്റ്ലി നമ്മൾ ഗോ ത്രൂ ചെയ്തിരുന്നു. ചെറുതായിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് വെച്ചിരുന്നു. എന്ന് വെച്ചാൽ മെത്തേഡ്സ് ലൈക്ക് മാപ്പ്, ഫിൽട്ടർ, റെഡ്യൂസ്, സ്ലൈസ്, സ്പ്ലൈസ്, ഫൈൻഡ് ഇൻഡെക്സ്. സോ ഇവയെല്ലാം ബേസിക്കലി നിങ്ങൾ പഠിക്കുക, കാരണം റിയൽ പ്രൊജക്ട്സിൽ കൺസിസ്റ്റൻ്റ്ലി യൂസ് ചെയ്യും ഈ മെത്തേഡ്സ് എല്ലാം. സോ ഇതൊക്കെ നിങ്ങൾ തറയായിട്ട് പഠിക്കുക. ഓക്കെ, ഇനി ബേസിക്കലി ഞാൻ മൂവ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് മാപ്സ് ആൻഡ് സെറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഞാൻ പറഞ്ഞു ഡോംസ് അല്ലെങ്കിൽ അറേസ് ഒക്കെ നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. ഇനി ബേസിക്കലി രണ്ട് ഇമ്പോർട്ടൻ്റ് ആണ്, സെറ്റ്സ് എന്താണ്, മാപ്സ് എന്താണെന്നുള്ളത്. ഓക്കെ, സോ അതാണ് ചെക്ക് ചെയ്യാൻ പോകുന്നത്. സോ ജാവാസ്ക്രിപ്റ്റിൽ മേജർ ആയിട്ടുള്ള ഡാറ്റ സ്ട്രക്ചേഴ്സ് എന്ന് പറഞ്ഞാൽ മെയിൻലി മൂന്നെണ്ണമാണ്: അറേസ്, സെറ്റ്സ്, മാപ്സ്. ഓക്കെ, ഒബ്ജക്ട്സ് വേറെ ഉണ്ട്, ബട്ട് ഒബ്ജക്ട്സ് മോർ ദാൻ ജസ്റ്റ് ഡാറ്റ കണ്ടെയ്നർ ആണ്. കാരണം നമ്മൾ ലേറ്റർ ഈ ഒബ്ജക്ട്സിനെ കുറിച്ച് ഇൻഡെപ്ത് ആയിട്ട് പഠിക്കുമ്പോൾ അത് കുറച്ചുകൂടി ക്ലിയർ ആവും. ഓക്കെ, സോ ഇപ്പോൾ തൽക്കാലം ഇത്ര മനസ്സിലാക്കുക. ഇനി അറേസ് ബേസിക്കലി എന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞിരുന്നു എന്താണ്, അറേസിൽ എന്ത് കൈൻഡ് ഓഫ് ഡാറ്റ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. ലൈക്ക് നമ്പേഴ്സ്, സ്ട്രിങ്സ്, ഒബ്ജക്ട്സ്, നെസ്റ്റഡ് അറേസ്, എനിത്തിങ് ലൈക്ക് വി ക്യാൻ സ്റ്റോർ ഇറ്റ്. ഐറ്ററബിൾ ആണെന്ന് പറഞ്ഞു. ലൈക്ക് ലോട്ട് ഓഫ് സ്പെഷ്യൽ അറേ മെത്തേഡ്സും ഉണ്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട്. അറേസിൽ ബേസിക്കലി എന്താ കൊണ്ടെന്ന് വെച്ചാൽ ഓർഡർ ഗ്യാരണ്ടീഡ് ആണ്. എന്ന് വെച്ചാൽ എലിമെൻറ്റ്സിൻ്റെ ഓർഡർ മാറില്ല, ഡ്യൂപ്ലിക്കേറ്റ് ലവ് ചെയ്യും, സെയിം വാല്യൂ നമുക്ക് എത്ര പ്രാവശ്യം വേണമെങ്കിൽ കൊടുക്കാം. സീറോ ബേസ്ഡ് ഇൻഡെക്സ് ആണ്, ലൈക്ക് അറേ ഓഫ് 0, അറേ ഓഫ് 1 എന്നാൽ നമ്മൾ യൂസ് ചെയ്യാൻ പറ്റും. സോ കണക്റ്റഡ് ലിസ്റ്റ് ഓഫ് ഡാറ്റ സ്റ്റോർ ചെയ്യാൻ അറേസ് ആണ് മോസ്റ്റ് കോമൺ. ഇനി നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് സെറ്റ്സ് ആണ്. സെറ്റ്സ് ആർ ഓൾസോ ഡാറ്റ സ്റ്റോർ ചെയ്യാനുള്ള സ്ട്രക്ചർ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. എനി ടൈപ്പ് ഓഫ് ഡാറ്റ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും, ലൈക്ക് നമ്പേഴ്സ്, അറേസ്, ഒബ്ജക്ട്സ്, എനിത്തിങ് നമുക്ക് സെറ്റ്സിൽ സ്റ്റോർ ചെയ്യാൻ പറ്റും. അതും ഐറ്ററബിൾ ആണ്, ബട്ട് അറേ മെത്തേഡ്സ് ഇല്ല. ഇൻസ്റ്റഡ് നമ്മുടെ സ്പെസിഫിക് മെത്തേഡ്സ് ഉണ്ട്, മെയിൻലി മാനേജ് അല്ലെങ്കിൽ മെയിൻറ്റെയിൻ ഡാറ്റ ചെയ്യാനൊക്കെ ആയിട്ട്. അതിൻ്റെ സെറ്റ്സിൻ്റെ കുറച്ച് ക്യാരക്ടറിസ്റ്റിക് പറയുകയാണെങ്കിൽ ഓർഡർ ഗ്യാരണ്ടീഡ് അല്ല, കാരണം നിങ്ങൾ ഇൻസർട്ട് ചെയ്ത ഓർഡർ തന്നെ ആയിരിക്കില്ല നമ്മൾ എക്സാക്റ്റ് ആയിട്ട് റിലേ ചെയ്യുന്നത്. ഡ്യൂപ്ലിക്കേറ്റ്സ് അലൗ ചെയ്യില്ല, സെയിം ഐറ്റം വീണ്ടും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇഗ്നോർ ചെയ്യും സെറ്റ്സിൽ. പിന്നെ ഇൻഡെക്സ് ബേസ്ഡ് അല്ല, സെറ്റ് ഓഫ് 0 ഒന്നും കൊടുക്കാൻ പറ്റില്ല. സോ യൂണീക്ക് ഐ ഡി അല്ലെങ്കിൽ യൂണീക്ക് വാല്യൂസ് ഒക്കെ ഡ്യൂപ്ലിക്കേറ്റ് ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ ഈ സെറ്റ്സ് യൂസ് ചെയ്യുന്നത് ബെസ്റ്റ് ആയിരിക്കും. ആൻഡ് ഇഫ് യു വാണ്ട് ടു യൂസ് അറേ മെത്തേഡ്സ്, ലൈക്ക് സെറ്റ്സിൻ്റെ ഉള്ളിൽ അറേ മെത്തേഡ്സ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ സെറ്റിനെ അറേ ആയിട്ട് കൺവേർട്ട് ചെയ്യണം. അതെങ്ങനെയാണെന്ന് വെച്ചാൽ അറേ ഡോട്ട് ഫ്രം മെത്തേഡ് ഉണ്ടല്ലോ, നമ്മൾ പഠിച്ചിരുന്നു. അറേ ഡോട്ട് ഫ്രം മെത്തേഡ് ഓഫ് നിങ്ങളുടെ സെറ്റിൻ്റെ പേര് വെച്ചാൽ അത് കൊടുത്തിട്ട് അതിന് അറേക്ക് വേണ്ടിയിട്ട് എന്നിട്ട് അറേ മെത്തേഡ്സ് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി നമ്മൾ ലാസ്റ്റ് ചെക്ക് ചെയ്യാൻ പോകുന്നത് മാപ്സ് ബേസിക്കലി കീ വാല്യൂ ഡാറ്റ സ്റ്റോറേജ് ആണ്, ഒബ്ജക്ട്സ് പോലെ തന്നെ അറിയാം. ബട്ട് മാപ്സിലൊരു ബിഗ് അഡ്വാൻറ്റേജ് ഉണ്ട്. നമ്മൾ അറേ മെത്തേഡ് മാപ്പ് എന്നാണ് പഠിച്ചത്, ഇത് മാപ്സ് ആണ് ഞാൻ പറയുന്നത്. ഈ മാപ്സിൽ ബേസിക്കലി ഇത് മൾട്ടിപ്പിൾ ആയതുകൊണ്ടാണ് മാപ്സ് എന്ന് പറയുന്നത്. സോ ഞാൻ പ്രൊജക്റ്റ് ചെയ്യുന്ന ടൈമിൽ കുറച്ചുകൂടി നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവും. സോ മാപ്സിൽ ബിഗ് അഡ്വാൻറ്റേജ് വെച്ചാൽ കീസ് ക്യാൻ ബി എനിത്തിങ്. ഒബ്ജക്റ്റിലെ കീസ് ബേസിക്കലി എന്തായിരിക്കും, സ്ട്രിങ് അല്ലെങ്കിൽ നമ്പേഴ്സ് ആയിരിക്കും അല്ലേ, അല്ലെങ്കിൽ സിമ്പിൾസ് ആയിരിക്കും. ബട്ട് മാപ്സിൽ ഈ കീസ് പറയുന്നത് നമുക്ക് എന്താവാം, അത് ഒബ്ജക്റ്റ് ആവാം, അറേ ആവാം, ഫംഗ്ഷൻ ആവാം, എന്ത് വേണമെങ്കിലും ആവാം മാപ്സിലെ കീ. സോ ഇത് കുറച്ചും കൂടി ഫ്ലെക്സിബിൾ ആണ്. ഇനി മാപ്സിൻ്റെ കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് ചെക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും ഓർഡർ ഗ്യാരണ്ടീഡ് ആണ്, ഇൻസർഷൻ ഓർഡർ അത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഡ്യൂപ്ലിക്കേറ്റ് കീസൊക്കെ ഡ്യൂപ്ലിക്കേറ്റ് കീസ് അലൗ ചെയ്യില്ല. സോ കീസ് യൂണിക് ആയിരിക്കും, പക്ഷേ വാല്യൂ ഡ്യൂപ്ലിക്കേറ്റ് ആകാം. ഓക്കെ, കീ വാല്യൂ പേരാന്ന് പറഞ്ഞു കീയിൽ, സോ ഡ്യൂപ്ലിക്കേറ്റ് അലൗ ചെയ്യില്ല, ബട്ട് വാല്യൂസിൽ ഡ്യൂപ്ലിക്കേറ്റ് ആകാം. പിന്നെ ആക്സസ് ബൈ കീ ആണ്, ഇൻഡെക്സ് ബേസ്ഡ് അല്ല, ആക്സസ് ബൈ കീ ആണ്. ഓൾസോ ഐറ്ററബിൾ പ്ലസ് മാക്സ് സ്പെസിഫിക് മെത്തേഡ്സ് എല്ലാം മാനേജിങ് എൻട്രീസ് ആണ്. ഓക്കെ, സോ ഇതാണ് മാപ്സിൻ്റെ സെറ്റ്സിൻ്റെ ഒക്കെ ഒരു ഓവറോൾ ഐഡിയ. ഇൻഡെപ്ത് ആയിട്ട് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ എടുക്കുന്നതാണ്, ലൈക്ക് സെറ്റ്സ് മാപ്സ് ഒക്കെ എന്താണെന്നുള്ളതൊക്കെ. സോ സമ്മറി പറയുകയാണെങ്കിൽ അറേസ് ബേസിക്കലി ഓർഡേർഡ് ലിസ്റ്റാണ്, ഡ്യൂപ്ലിക്കേറ്റ്സ് ഇൻഡെക്സ് ആക്സസ് ആണ്. സെറ്റ് എന്ന് പറഞ്ഞാൽ യൂണിക് വാല്യൂസ് ആണ്, ഡ്യൂപ്ലിക്കേറ്റ്സ് നോട്ട് അലൗഡ്, നോ ഇൻഡെക്സ് ആണ്. മാപ്പ് ബേസിക്കലി കീ വാല്യൂ സ്റ്റോർ ആണ്, എനി കീ അലൗഡ്, ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യുകയും ചെയ്യും. സോ അതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കവർ ചെയ്തത്. ജസ്റ്റ് ഒരു ഓവറോൾ വ്യൂ ആണ് ഞാൻ കൊടുത്തത് മാപ്സിൻ്റെ സെറ്റ്സിൻ്റെ ഒക്കെ. ഓക്കെ, സോ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് റാപ്പപ്പ് ചെയ്യാണ്. നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം. താങ്ക്സ് ലോട്ട്, ബൈ.